കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ ഞാൻ വന്നോടനെ കയറി വോട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് മുമ്പ് തന്നെ രണ്ടുപേരുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ. അതിന്റെ തന്നെ അർത്ഥം നല്ലൊരു ആവേശം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, 100% വിശ്വാസമാണ്. ഇത് UDF അനുകൂലമാകും, കാരണം മാറ്റത്തിന് വേണ്ടിയുള്ള ആവേശമാണ്. അതുകൊണ്ട് തന്നെ 101% UDF ജയിച്ചിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഈ വിധിയില് ഞാൻ കാണുന്നത് നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടി. പിന്നെ എല്ലാ വിധികളും പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതായാലും അപ്പീലും പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ, അത് നടക്കട്ടെ. അല്ല, സ്വാഭാവികമായിട്ടും എന്താ പറയേണ്ടത്, ഈ നീതി പൂർണ്ണമായി നീതി കിട്ടിയില്ല എന്ന് അതിജീവിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോകാവുന്നതാണ്. അല്ല, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ചില ഇഷ്ടങ്ങളുണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാകാം. ഞാൻ ഇതിൽ കാണുന്നത് ഡയറക്റ്റായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അപ്പീൽ വരട്ടെ, അപ്പോ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല. എങ്കിലും കുറെയൊക്കെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയതാണ് എന്റെ ഒരു റീഡിംഗ്. നഗരസഭയിലെ കോർ കമ്മിറ്റി കൺവീനറാണല്ലോ, എങ്ങനെ എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞത് 55 സീറ്റിൽ ഒരു സീറ്റ് പോലും കുറയില്ല. UDF അധികാരത്തിൽ വരും തീർച്ചയായും. അതാണല്ലോ UDF അധികാരത്തിൽ വരുന്നു പറയാൻ കാരണം. 55 സീറ്റ് UDFന് ലഭിക്കും. കെ മുരളീധരനുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ വിജയിച്ചു വന്നാൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥി നമ്മളുടെ ശബരിനാഥനും കെ മുരളീധരനോടൊപ്പമുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. പാലാ നഗരസഭയിൽ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല, ഉജ്ജ്വലമായ ഒരു വിജയമാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് എടുത്താലും വളരെ ഉജ്ജ്വലമായൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയും. അതനുസരിച്ച് കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായിട്ടുള്ള പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് LDF നടത്തുകയുണ്ടായി.